ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ വണ്ടി ക്രൈസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അദ്വൈത്. അപ്പം നമുക്ക് ഇന്ന് കൊണ്ടുവന്നേക്കുന്ന വാഹനം ബലേനയാണ്. ബലേനയുടെ റിവ്യൂ നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഇത് എൻ്റെ തന്നെ വാഹനമാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ പറഞ്ഞിട്ടില്ലായിരുന്നു, ടു ബി കണ്ടിന്യൂഡ് എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതാണ് സംഭവം, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ. ഇത് ഫുൾ ഓപ്ഷൻ ആൽഫ AGS ആണ്, ഓട്ടോമാറ്റിക് ആണ്. ഫുൾ ഓപ്ഷൻ ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലോട്ട് വരുമ്പോൾ ഹെഡ്ലൈറ്റിലോട്ട് വരികയാണെന്നെങ്കിൽ ഒരു 3 സ്ലോട്ടുള്ള DRL, അത് തന്നെ ഇതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ്, വളരെ സ്ലീക്ക് ആയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റാണ് നമുക്കിവിടെ കാണാവുന്നത്. പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് ആണ്, അത് ഫുൾ HID ആണ്. ഡിമ്മും ബ്രൈറ്റും ഒക്കെ നമുക്ക് വൈറ്റ് ലൈറ്റ് ആണ് വരുന്നത്. പിന്നെ ഫോഗ് ലാമ്പും വൈറ്റ് ലൈറ്റ് ആണ് വരുന്നത്. ആ ഫോഗ് ലാമ്പിൻ്റെ ഇവിടെ ആണെങ്കിലും ഇതൊന്നും ആക്സറീസ് അല്ല, ഇതൊക്കെ കമ്പനി തന്നെ വരുന്നതാണ്. ഫുൾ ഓപ്ഷനിൽ ഒരു ക്രോം സ്ലിപ്പ് കൊടുത്തിട്ടുണ്ട് അവിടെ. പിന്നെ ഗ്രില്ലോട്ട് വരികയാണെന്നെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത തരക്കേടില്ലാത്തൊരു ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ചുറ്റിനും ഒരു ക്രോമിയം ലിപ്പ് വരുന്നുണ്ട്. പിന്നെ ബോണറ്റ് ആണെങ്കിലും ഇച്ചിരി ഇപ്പം നമുക്ക് പഴയ ബലേനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇച്ചിരി കൂടി ഒന്ന് വിടർന്ന് നിൽക്കുന്ന ഒരു ഫീൽ തോന്നും. ഇച്ചിരി കൂടി നമുക്കൊരു വലിപ്പം ഫീൽ ചെയ്യും. ഈ സുസുക്കിയുടെ ലോഗോയുടെ താഴെ നമുക്ക് 360 ഡിഗ്രിയുടെ ആദ്യത്തെ ക്യാമറ അവിടെ കാണാം. ഇനി ബാക്കി നമ്മൾ സൈഡ് പ്രൊഫൈലിലോട്ട് വരാൻ നേരത്ത് വളരെ പവർ ബൾജുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല ക്യാരക്ടർ ലൈൻ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ടയർ സൈസിലോട്ട് വരാൻ നേരത്ത് 16 ഇഞ്ച് അലോയ് വീലാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. 16 ഇഞ്ചാണ് ടയർ സൈസ്. 195, 65, 16 ടയർ സൈസ്. അപ്പോളോയുടെ ടയറാണ് വരുന്നത്. സുസുക്കിയുടെ ഒരു അതിമനോഹരമായിട്ടുള്ളൊരു ഡയമണ്ട് കട്ട് അലോയ് വീല്, മിഷ്യൻ കട്ട് എന്നൊക്കെയാണ് കമ്പനി പറയുന്നത്. ഒരു ഡ്യുവൽ ടോൺ അലോയ് വീല് നമുക്ക് ഇവിടെ കാണാം. പിന്നെ മിററിലോട്ട് വരാൻ നേരത്തെ ഡോറിൽ തന്നെ പ്ലേസ് ആയിട്ടുള്ളൊരു മിറർ, സൈഡ് വ്യൂ മിററാണ് കാണാവുന്നത്. അത് തന്നെ ടേൽ ഇൻഡിക്കേറ്റർ, ORVM, ഇലക്ട്രിക്കലി നമുക്ക് ഫോൾഡ് ചെയ്യാനും അതിൻ്റെ ഗ്ലാസ് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കും. ഇവിടെ ഒരു ചുറ്റും ഒരു ക്രോം ബെൽറ്റ് പോയിരിക്കുന്നത് കാണാം, അത് അതിമനോഹരമാണ്. നമുക്ക് ഫുൾ ഓപ്ഷനിൽ വരുന്ന ഫീച്ചേഴ്സാണ്. പിന്നെ ടിൻഡഡ് ഗ്ലാസ്, ഇതും ഫുൾ ഓപ്ഷനിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. അതാണ് ഈ വണ്ടിയുടെ സൈഡ് പ്രൊഫൈലിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഘടകം. ക്രോമിയം ഡോർ ഹാൻഡിൽ വരുന്നുണ്ട്. അത് ഈ കളറുമായിട്ട് നല്ലൊരു ക്രോമിയൊക്കെ മാക്സിമം എറിക്കുന്ന ഒരു കളറാണിത്. പക്ഷേ ഇതുപോലെ ഇത് നിങ്ങൾ കണ്ടോ, ഇന്നലെ ഷോറൂമിൽ നിന്ന് ഇറക്കിയ വണ്ടിയാണ്. ഇപ്പോൾ ഒരു കഴുകി കഴിഞ്ഞ് എന്നിട്ട് എന്താ ഇപ്പോൾ കണ്ടില്ല, വീഡിയോ ചെയ്യുമ്പോൾ നിറച്ച് പെട്ടെന്ന് തന്നെ വണ്ടി പൊടിയാന്ന്. വളരെ പാടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ. കാണാൻ ഏറ്റവും ഭംഗി എനിക്ക് തോന്നുന്നു ബലേനോടെ ഈ കളർ ആയിരിക്കുമെങ്കിലും, പക്ഷേ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു രക്ഷയില്ല, ഇച്ചിരി പാടാണ്. നിങ്ങൾ അതൊക്കെ നോക്കിയും കണ്ടും ചെയ്യുക. ക്രോമിയം ഡോർ ഹാൻഡിൽ നമ്മൾ പറഞ്ഞായിരുന്നു. 170 മില്ലിമീറ്ററാണ് വണ്ടിയുടെ ഗ്രൗണ്ട് ലെൻസ് വരുന്നത്. ലെങ്തിലോട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3900 മില്ലിമീറ്ററാണ് ലെങ്ത് വരുന്നത്. പിന്നെ ഇതിൻ്റെ റിയർ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ടോപ്പിൽ നമുക്കൊരു സാധാ ആൻറ്റിന കാണാം. അതെനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നി. ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് ആകുമ്പോൾ ഒരു സ്റ്റാർപ്പിൻ ആൻറ്റിനയൊക്കെ കൊടുക്കായിരുന്നു. റിയർ സ്പോയിലർ, ഇവിടെ ഹൈമോൺ സ്റ്റോപ്പ് ലാമ്പ് കാണാം. പിന്നെ ന്യൂ ഏജ് ബലേനോടെ പുതിയ ടെയിൽ ലാമ്പ് കാണാം, അതും അതിമനോഹരമാണ്. LED ആണത്. പിന്നെ ഒരു മിഡിൽ സ്പോയിലർ, പിന്നെ ബാക്ക് വൈപ്പർ, ഡീഫോഗർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഫുൾ ഓപ്ഷനിൽ അവൈലബിൾ ആണ്. ആൽഫ ഓട്ടോമാറ്റിക് ആണ് ഈ വേരിയൻറ്റ്. ബലേനോ എന്നൊരു ന്യൂ ഫൗണ്ടിലൊരു ലെറ്ററിങ് നമുക്കവിടെ ബാഡ്ജിങ് കാണാം. പിന്നെ വളരെ ചെറിയ ഡിക്കിയാണ്, വളരെ തീരെ നൈസായിട്ടുള്ള ഡിക്കിയാണ്. വലിയ ബമ്പറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിനി ഇതേ ബൂട്ട് സ്പേസ് കാണിക്കാൻ വിട്ടുവരുന്നത്. ഇവിടെ ഒരു സെൻസർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം വണ്ടി അൺലോക്ക് ആണെങ്കിൽ നമ്മൾ ആ സെൻസർ ബട്ടൺ ഒന്ന് ഞെക്കിയാൽ മതി. കണ്ടാ, അതിവിശാലമായിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് കാണാം. ഇത് ഇച്ചിരി എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നി, ഇച്ചിരി താന്നതാണ്. അപ്പോൾ നമുക്ക് ലോഡൊക്കെ എടുക്കാനും വെക്കാനും ഇച്ചിരി ബുദ്ധിമുട്ട് കാണും. എങ്കിലും നല്ല സ്പേസ് ഒക്കെ ഓക്കെയാണ്. അകത്ത് സ്പേസ്, ഇത് ഇവിടെ ബൂട്ട് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് രാത്രി സമയങ്ങളിൽ അതൊക്കെ വളരെ നല്ലൊരു ഘടകമാണ്. പിന്നെ ഇവിടെ നമുക്ക് പിടിച്ച് ക്ലോസ് ചെയ്യാൻ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഡിക്കിയൊക്കെ അത്യാവശ്യം ഹെവിയാണ്. ഇവിടെ ഒരു ക്യാമറ കാണാം നമുക്ക്. പിന്നെ ORVMസിലോട്ട് വരുമ്പോഴും നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാര്യം, 360 ഡിഗ്രിയുടെ തുടർച്ച എന്ന നിലയിൽ ഇവിടെ നമുക്ക് 2 ORVMൻ്റെ താഴെ നമുക്ക് ഇതിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്, ക്യാമറ കൊടുത്തിട്ടുണ്ട് 360 ഡിഗ്രിയുടെ. പിന്നെ വണ്ടി മൊത്തത്തിൽ സൈഡിലാണെങ്കിലും അത്യാവശ്യം ഈ ഒരു ക്വാർട്ടർ പാനലൊക്കെ പഴയ വേരിയൻ്റ് ആയിട്ട് നോക്കുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട്. ഇവിടെയൊക്കെ പുതിയൊരു ലൈനും ഒരു കട്ടിങ്ങും ക്രീസിങ്ങും ഒരു പവർ ബൾജൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇൻറ്റീരിയറിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ നോക്കാം. അതെ, നമുക്ക് ഇതാണ് ഇതിൻ്റെ കീ വരുന്നത്. നമുക്ക് കീലെസ് എൻട്രി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. കീ നമ്മുടെ പോക്കറ്റിൽ ഉണ്ടായാൽ മതി. പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. വളരെ സൈലൻ്റ് ആയിട്ടുള്ള എഞ്ചിനാണ്. എഞ്ചിൻ സൈഡിലോട്ടൊക്കെ നമുക്ക് വിശദമായിട്ട് ഇൻറ്റീരിയറിലെ വിശേഷം കണ്ടിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ സ്റ്റിയറിംഗ് വീലിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള സ്റ്റിയറിംഗ് വീലാണ്. ഇത് നമുക്കൊരു മികച്ചൊരു സീറ്റിംഗ് പൊസിഷൻ, എല്ലാവർക്കും അവരുടെ സീറ്റിംഗ് പൊസിഷൻ വേണ്ട രീതിയിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും ഇതുകൊണ്ട്. പിന്നെ 9 ഇഞ്ച് ടച്ച് സ്ക്രീൻ കാണാം. ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. വളരെ മികച്ച ടച്ച് റെസ്പോൺസും കാര്യങ്ങളൊക്കെയാണ് ഇത് കാണാവുന്നത്. പിന്നെ AC വെൻ്റൊക്കെ ആണെങ്കിലും അതിമനോഹരമായിട്ടുള്ള AC വെൻ്റാണ്. പിന്നെ നമുക്ക് ഗ്ലൗ ബോക്സിലോട്ട് വരികയാണെങ്കിലും അത്യാവശ്യം സ്പേസ് ഉണ്ട്. അവിടെ നമുക്കൊരു ലൈറ്റൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വളരെ ബൾജായിട്ടുള്ള ഒരു
ഇവിടെയൊക്കെ നല്ല കട്ടിങ് ഗ്രീസിങ്, ഇവിടെ ഒരു അലൂമിനിയം ഫിനിഷ് കാണാം, ഇവിടെ ഒരു ബ്ലൂ ഫിനിഷ് കാണാം, ടോപ്പിലൊരു ബ്ലാക്ക് ഫിനിഷ് കാണാം. AC വെൻ്റൊക്കെ അതിമനോഹരമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. 9-inch ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം. പിന്നെ മീറ്റർ കൺസോളിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ അവിടെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഗിയർ ഇൻഡിക്കേഷൻ, പൊസിഷൻ, ഫ്യൂൽ ഗേജ്, സ്പീഡോമീറ്റർ, RP മീറ്റർ, ആവറേജ് ഫ്യൂൽ എക്കണോമി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൻ്റെയൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഇത് ഇവിടെയാണ് കാണിക്കുന്നത്. ടൈം എല്ലാം കൊടുത്തിട്ടുണ്ട്, എല്ലാവിധ സംവിധാനങ്ങളും കൊടുത്തിട്ടുണ്ട്. ടോർക്ക്, പവർ, ബ്രേക്ക്, അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റിയും അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഫുൾ ഓപ്ഷനിൽ മാത്രം കണ്ടുവരുന്ന HUD ഫംഗ്ഷൻ ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ നമുക്ക് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനും പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള കൺട്രോൾസ് ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് പുഷ് ബട്ടൺ കൺട്രോളും കാണാം. പിന്നെ ഡോർ പാഡിലോട്ട് വരികയാണെങ്കിൽ തന്നെ ഇവിടെ ഒരു ലെതർ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ പവർ വിൻഡോയുടെ കൺട്രോൾസ്, ലോക്ക് അൺലോക്ക് ചെയ്യാൻ, ഇലക്ട്രിക്കലി മിറർ അഡ്ജസ്റ്റ് ചെയ്യാനും, പവർ വിൻഡോസ് ഇപ്പം ഡ്രൈവർ സൈഡ് പവർ വിൻഡോ 1 ടച്ച് അപ്പും 1 ടച്ച് ഡൗണും 1 ടച്ച് അപ്പുമാണ്. ORV നമുക്ക് ഇലക്ട്രിക്കലി ക്ലോസ് ചെയ്യാനും സാധിക്കും. പിന്നെ ഡോർ പാഡും കപ്പ് ഹോൾഡേഴ്സും അത്യാവശ്യം ഒരു ബോട്ടിലൊക്കെ വെക്കാൻ നമുക്കിവിടെ മൊത്തത്തിൽ സെറ്റാണ്. ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്, വളരെ ഫ്ലാറ്റ് ആണ്, അത് ലെതർ റാപ്ഡ് ആണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഗിയർ ബോക്സിലോട്ട്, ഇതൊരു ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ AMD ഗിയർ ബോക്സ് ആണ് വണ്ടിയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, പ്ലസ് മൈനസ് മോഡ്, മാനുവൽ മോഡും കാണാം. ഒരു മാനുവൽ ഹാൻഡ് ബ്രേക്ക്, ഒരു സ്ലൈഡിങ് ആംറസ്റ്റ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഓട്ടോമാറ്റിക് വണ്ടിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. അതിൻ്റെ താഴെ ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ്. പിന്നെ ചാർജിങ് സോക്കറ്റ് കാര്യങ്ങൾ അവൈലബിൾ ആണ്. അവിടെ ഫോൺ വെക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെ ഒരു ബോട്ടിൽ ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഇൻറ്റീരിയറിൽ നോക്കുകയാണെങ്കിലുണ്ട് അതിമനോഹരമായ ഇൻറ്റീരിയറാണ്. ഈ വണ്ടിയുടെ എന്നെ ഏറ്റവും അട്രാക്ട് ചെയ്തത് ഇതിൻ്റെ ഇൻറ്റീരിയർ തന്നെയാണ്. പിന്നെ മെയിനായിട്ടും അടുത്തതായിട്ട് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു വേറൊരു ഫീച്ചറാണ് ഇതിൻ്റെ 360 ഡിഗ്രി ക്യാമറ. ഇപ്പോൾ അതേ ഒരു ചെറുക്ക അവിടെ വന്ന് ഇപ്പോൾ കണ്ട അവനെ കണ്ട അവൻ ഇപ്പം നമുക്ക് ഒരു കാരണവശാലും നമുക്ക് മിററിൽ കൂടി കാണാൻ സാധിക്കത്തില്ല. അങ്ങനെ ആരെങ്കിലും കണ്ട ഇപ്പോൾ സെൻസർ വർക്ക് ചെയ്ത് അപ്പോൾ പക്കയാണ്. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ എന്തെങ്കിലും പെറ്റാ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഇതിൽ കൂടിയൊന്നും അത്ര ഇതായിട്ട് കാണാൻ സാധിക്കത്തില്ല. കണ്ട മേലുള്ള പോർഷൻ മാത്രമേ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ ബമ്പറിൻ്റെ പുറകെ കൂടിയൊക്കെ ഇങ്ങനെ വന്നാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല, ഉറപ്പായിട്ടും തട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് എനിക്ക് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ പേഴ്സണലി ഏറ്റവും ഉപകാരപ്പെടുന്നൊരു ഫീച്ചറായിട്ട് തോന്നി ഈ 360 ഡിഗ്രി ക്യാമറ തന്നെയാണ്. ഇതൊരു കിടുക്കൻ ഫീച്ചർ കണ്ട. ഇപ്പോൾ അവൻ്റെ ചുറ്റും ഓടി നടക്കുകയാണ്, ഫ്രണ്ടിൽ വന്ന് സൈഡിൽ വന്ന് കണ്ട നമ്മുടെ വീലിൻ്റെ അവിടെ വന്ന്. ഇപ്പോൾ ഞാൻ എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവനെ തട്ടും, ബാക്കിലോട്ടോ ഫ്രണ്ടിലോട്ടോ വല്ലതും എടുക്കുകയാണെങ്കിൽ. പക്ഷേ അത് ഒട്ടും കണ്ടതെ അവൻ പറ്റേ വന്ന് സെൻസർ അടിച്ച് അത് നമുക്കിപ്പോൾ ഫ്രണ്ട് അതിൻ്റെ വ്യൂ നമുക്ക് പല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കണ്ടതെ ബാക്ക് ഇടാം, സൈഡ് ഇടാം, ഫ്രണ്ട് ഇടാം. കണ്ട പല രീതിയിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അതെ നമുക്ക് ഇതിൽ നോക്കി തന്നെ ഇപ്പോൾ വീട്ടിലൊക്കെയാണ് ഇത് ഏറ്റവും ഉപകാരപ്പെടുന്നത്. നമുക്ക് ഇതിൽ നോക്കി തന്നെ വണ്ടി ഓടിക്കാം, വേറെ എങ്ങും നോക്കേണ്ട കാര്യമില്ല. 360 ഡിഗ്രി വ്യൂ ഇവിടെ തന്നെ കാണാം നമുക്ക്. അപ്പോൾ നമ്മൾ വേറെ എങ്ങും നോക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ തീരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ ഇത് വളരെ, ഇപ്പോൾ ടൗണിലായാലും അല്ലെങ്കിൽ തീരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഇത് വളരെ ഉപകാരപ്പെടുന്നൊരു ഫീച്ചറാണ്. നമുക്ക് നല്ല ഈസി ആയിട്ട് ടേൺ ചെയ്തൊക്കെ എടുക്കാൻ പറ്റും സംഭവം. ഇപ്പോൾ ഇത് ഡ്രൈവിലിട്ടാലും ഇത് റിവേഴ്സിലിടുമ്പോൾ ഓട്ടോമാറ്റിക് ആക്ടിവേറ്റ് ആവും, നമ്മൾ ആറിലോട്ട് ഇടുമ്പോൾ ഓട്ടോമാറ്റിക് ഇത് ആക്ടിവേറ്റ് ആവും. അല്ലെങ്കിൽ ഉള്ളൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവിലിട്ട് നമ്മളൊരു 20 കിലോമീറ്റർ സ്പീഡായി നമ്മളൊരു സേഫ് സോണിൽ എത്തുന്നവരെ ഇത് ആക്ടിവേറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അല്ലെങ്കിൽ നമുക്കിത് ഫിസിക്കലി ഓൺ ചെയ്യാനുള്ളൊരു ബട്ടൺ ഇത് ഈ ഒരു പോർഷനിലായിട്ട് കാണാം. ആ വ്യൂ എന്നുള്ളൊരു ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ അത് ഫിസിക്കലി ആക്ടിവേറ്റ് ആവുന്നതാണ്. പിന്നെ HUDയുടെ കൺട്രോൾ അതിൻ്റെ ഇൻഫർമേഷൻ ഒന്നും ഞാൻ നിങ്ങളെ കാണിച്ചില്ലായിരുന്നു. വേണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ഇപ്പോൾ അത് ഓഫായിട്ടിരിക്കുകയാണ്. ഇനി എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ എനിക്കത് ഓൺ ചെയ്യാം. ഓൺ ചെയ്യണമെങ്കിൽ ഒരു 3 സെക്കൻഡ് ആവുന്ന പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി, അപ്പോൾ സംഭവം ഓണാവുന്നതാണ്. കണ്ട ഇപ്പം നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ സാധിക്കുമെന്ന് എനിക്കറിയത്തില്ല. കണ്ട സ്റ്റാർട്ടിങ്, ഹലോ, RP മീറ്റർ, സ്പീഡോമീറ്റർ, ഗിയർ ഇൻഡിക്കേറ്റർ പൊസിഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ ഇവിടെ കാണിക്കുന്ന ഇൻഫർമേഷൻസിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിൽ നമുക്ക് ഇവിടെ താഴത്തോട്ട് കണ്ടുപോകാൻ നമുക്ക് റോഡിൽ തന്നെ അത് വിഷ്വൽ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അതുപോലെ ഇത് രണ്ടുമാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള 2 ഫീച്ചേഴ്സ്. ഇതൊരു ഫാൻസി ഫീച്ചർ ആണെങ്കിലും അതും അത്യാവശ്യം കൊള്ളാം കേട്ടോ സംഭവം. പക്ഷേ ഇത് വളരെ ഉപകാരപ്പെടുന്നൊരു ഫീച്ചറാണ്, കിടിലൻ ഫീച്ചറാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ അതിനെ അഡാപ്റ്റീവ് ഇപ്പം കണ്ട നമ്മളിപ്പോൾ തിരിച്ച വണ്ടി എവിടം വരെയൊക്കെ പോവും കണ്ട, ഇതിലേ കൂടി പാസ് ചെയ്യും. അതിൻ്റെ ആ ഒരു അഡാപ്റ്റീവ് നമ്മൾ എങ്ങോട്ട് സ്റ്റിയറിംഗ് തിരിക്കുന്നതനുസരിച്ച് അതിൻ്റെ ആ ഒരു ലെവൽ മാറുന്നതാണ്. ഇത് പക്കയാണ്, അത് സംഭവം ഒന്നും പറയാനില്ല, അത് കിടിലൻ ഒരു ഫീച്ചർ തന്നെയാണ്. റിവേഴ്സ് ഇട്ട് കണ്ട, റിവേഴ്സ് ഇട്ടപ്പോൾ ഓട്ടോമാറ്റിക് ബാക്ക് വ്യൂ ആയി. അല്ലെങ്കിൽ നമുക്ക് മാനുവലി അത് മാറ്റണമെങ്കിലും മാറ്റാൻ കേട്ടോ. അത് ഫ്രണ്ട് ഇപ്പോൾ 360 ഡിഗ്രി വ്യൂ ആയി കണ്ട. ഇപ്പോൾ അതേ ബാക്ക് മാത്രം, ഫ്രണ്ട്, അങ്ങനെ നമുക്ക് വേണ്ട രീതിക്ക് ഇഷ്ടമുള്ള രീതിക്ക് അത് കൺട്രോൾ ചെയ്യാവുന്നതാണ് നമുക്ക്. അങ്ങനെ ഒരു കിടിലൻ ഫീച്ചർ തന്നെയാണ്, ഒന്നും പറയാനില്ല.
അപ്പം നമുക്കിതിൻ്റെ റിയർ സീറ്റിലോട്ട് വരാൻ നേരത്ത് ഇത് നോക്കിക്കുക ഗൈസ്, സ്പേസ് 2520 മില്ലിമീറ്ററാണ് ഈ വണ്ടിയുടെ വീൽ ബേസ്. അതുകൊണ്ട് ഒരു കോമ്പാക്ട് SUV-നേലും വീൽ ബേസ് കൂടുതൽ ഈ വാഹനത്തിനാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ സ്പേസ്. ഇപ്പം ഇത് തേർഡ് റോ അത്യാവശ്യം ഫ്രണ്ടിലോട്ട് അല്ല, ഈ കോ ഡ്രൈവർ സീറ്റ് അത്യാവശ്യം ഫ്രണ്ടിലോട്ട് കയറ്റിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ നല്ല സ്പേസ് ഉണ്ട്. ഇത് എൻ്റെ കംഫർട്ടബിൾ ആയിട്ട് ഞാൻ ഇട്ടിരിക്കുകയാണ്. എന്നിട്ടും ഇത്രയും സ്പേസ് ഉണ്ട്. അണ്ടർ തൈ സപ്പോർട്ട് മികച്ചതാണ്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഉണ്ട്. അങ്ങനെ എല്ലാം വേണ്ട സംവിധാനങ്ങളുണ്ട്. ഒരു ഹാൻഡ് റെസ്റ്റ് കൂടി കൊടുക്കായിരുന്നു അവർക്ക്. പിന്നെ നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള സീറ്റാണ്. ഹൈസ് ഓഫീസ് ചൈൽഡ് മൗണ്ട്, 6 എയർ ബാഗ്, കർട്ടൺ എയർ ബാഗ് തുടങ്ങിയ സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അങ്ങനെ മൊത്തത്തിൽ ഇത് റിയർ AC വെന്റ് വരുന്നുണ്ട്. ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ് സോക്കറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ അത്യാവശ്യം ചെറിയൊരു സെൻട്രൽ ടണൽ ആയതുകൊണ്ട് തന്നെ 3 പേർക്ക് കംഫർട്ടബിൾ ആയിട്ടിരിക്കാം റിയർ സൈഡിൽ. പിന്നെ 4 സ്പീക്കേഴ്സും 2 ട്യൂട്ടേഴ്സും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം മികച്ച സൗണ്ട് ക്വാളിറ്റിയാണ്. പിന്നെ റിയർ ഡോർ പാഡിലോട്ട് വരികയാണെങ്കിൽ തന്നെ അവിടെ നമ്മുടെ ഹാൻഡ് റെസ്റ്റ് ചെറിയൊരു ലെതർ റാപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കാണാം. ഒരു ബോട്ടിൽ, ഒരു ചെറിയൊരു ബോട്ടിൽ അവിടെ വെക്കാം. അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. മൊത്തത്തിൽ ഹെഡ് സ്പേസും ഒക്കെ ഓക്കെയാണ്. റിയർ സീറ്റിൽ കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ സീറ്റിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ നെഗറ്റീവ് ഉണ്ട്, അതുപോലെ തന്നെ പോസിറ്റീവ് ഉണ്ട്. സീറ്റിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സാധാ ഒരു ഫാബ്രിക് സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള കട്ടുകളും ക്രീസുകളും ബൾജുകളും അണ്ടർ തൈ സപ്പോർട്ടും ഒക്കെ മികച്ചതാണ്. പക്ഷേ ഇവർക്കൊരു ഫുൾ ഓപ്ഷനിലെങ്കിലും ഒരു ലെതർ സീറ്റ് കൊടുക്കാറുണ്ട്. കാരണം ഇതിൽ എയർ ബാഗ് വരുന്നതുകൊണ്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് പോലും സീറ്റ് കവർ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു ഭയങ്കര പറ്റ നെഗറ്റീവാണ്. അത് നമുക്ക് അഡീഷണലി ആഡ് ചെയ്യാൻ പറ്റുമായിരുന്നു കുഴപ്പമില്ല. കാരണം ഇതിൽ എയർ ബാഗ് വരുന്നുണ്ട്. 6 എയർ ബാഗ് ഉണ്ട്. 6 എയർ ബാഗുള്ള ടോപ്പ് എൻഡ് മോഡലിൽ 2 വേരിയന്റിൽ 6 എയർ ബാഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ ആയിട്ട് ലെതർ സീറ്റ് ആക്കാനും പറ്റത്തില്ല. കമ്പനിയല്ലേ ലെതർ സീറ്റ് തരികയെങ്കിലും ചെയ്യണമായിരുന്നു. ഇപ്പം നമുക്ക് എന്തെങ്കിലും വെള്ളം വീണ എന്തെങ്കിലും അഴുക്കായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു നല്ല സീറ്റാണ് നമുക്ക് പോകുന്നത്. അതെന്തായാലും വലിയൊരു പോരായ്മയായി പോയി. പിന്നെ നമ്മൾ വിട്ടുപോയ കാര്യം ഒരു ഓട്ടോ ഡിമ്മിങ് മിറർ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ സൺഗ്ലാസ് ഹോൾഡർ ഇല്ല, അതൊരു നെഗറ്റീവാണ്. പിന്നെ ലൈറ്റൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കണ്ട ഇവിടെ നമുക്ക് വാനിറ്റി മിററിൽ നമുക്ക് ലൈറ്റും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഡ്രൈവർ സൈഡിലും അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെയൊന്നും ഒരു കുറവും ഇല്ല. അങ്ങനെ 1-2 നെഗറ്റീവ്സ് നമുക്ക് ഇന്റീരിയർ സൈഡിലും പറയാനുണ്ട്. അപ്പോൾ അതെ, നമ്മളെ വണ്ടി ചാണകത്തിലൊന്നും ചവിട്ടാൻ അനുവദിക്കുന്നതല്ല. താഴെ ഒരു പെഡൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഫ്രണ്ടിലിരിക്കുന്നവർ ചാണകത്തിൽ ചവിട്ടാതെ രക്ഷപ്പെട്ടു പോകും. പക്ഷേ പുറയിലിരിക്കുന്നവർക്കൊരു പണിയായിട്ട് അവിടെ കൊടുത്തിട്ടില്ല. ഫ്രണ്ട് 2 ഡോറിലും അവരത് അതിമനോഹരമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് രാത്രിയിൽ ഭയങ്കര പ്രയോജനപ്പെട്ട ഒരു ഫീച്ചറാണ്. പിന്നെ നമ്മുടെ ഹെഡ്ലൈറ്റും നമ്മളെ സഹായിക്കുന്നുണ്ട്. ഫോളോ മീ ഫംഗ്ഷനുള്ള ഹെഡ്ലൈറ്റ് ആണ്. നമ്മൾ ഒരു 10 സെക്കൻഡ് നമ്മുടെ ഹെഡ്ലൈറ്റ് രാത്രി നമ്മൾ എങ്ങോട്ടെങ്കിലും വണ്ടി ഇട്ടിട്ട് പോകുമ്പോൾ തെളിഞ്ഞ് കിടക്കുന്നതാണ്. അങ്ങനെ കുറേ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് അതൊക്കെ നോക്കാം. ഞാനിപ്പോൾ ഇന്നലെ എടുത്തത് ഉള്ളി വണ്ടി. അപ്പോൾ ഓരോരോ കാര്യങ്ങളായിട്ട് പഠിച്ച് വരുന്നത് ഇതിൻ്റെ ഓണർഷിപ്പ് റിവ്യൂവും ഇതിൻ്റെ എന്തെങ്കിലും മൈന്യൂട്ട് ഫീച്ചേഴ്സും കിടക്കാച്ച് റിവ്യൂ ഒക്കെ ഇതിൻ്റെ പുറകെ വരുന്നത്. നമുക്ക് അതിനൊക്കെ നീണ്ടു കയറുന്ന സമയം കിടക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് വീഡിയോ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എഞ്ചിനിലോട്ട് വരാം. എഞ്ചിനിലോട്ട് കിടക്കാം. എഞ്ചിനിലോട്ട് വരാൻ നേരത്ത് ഒരു 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. ഒരു 90 PS പവറും ഒരു 113 Nm ടോർക്കുമാണ് വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പം ഡ്യുവൽ ജെറ്റ് ആയിട്ട് ഈ എഞ്ചിൻ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻസുലേഷനും കാര്യങ്ങളൊക്കെ അടിയിൽ വന്നിട്ടുണ്ട്. നേരത്തെ ഉള്ള അതില്ലായിരുന്നു, നമുക്ക് തുറക്കുമ്പോൾ മണ്ണ് കാണാമായിരുന്നു. ഇപ്പോൾ അവിടെ പക്ക ഇൻസുലേറ്റഡ് ആയിട്ടുണ്ട്. പിന്നെ ഡ്യുവൽ ജെറ്റ് ആയപ്പോൾ ആ സിലിണ്ടറൊക്കെ ഇവിടുന്ന് മാറി ഇവിടെ ഒരു കവറിങ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം തരക്കേടില്ലാത്ത പെർഫോമൻസ് വരുന്ന ഒരു എഞ്ചിൻ തന്നെയാണിത്. കൂടാതെ ഇതിൻ്റെ പുതിയ ഗിയർ ബോക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ AMG വളരെ ബെറ്റർ ആയിട്ടുണ്ട്. ഗിയർ ഷിഫ്റ്റിംഗ് ഒന്നും അറിയുന്നില്ല, പക്കയാണ്. നമുക്ക് ഓടിക്കുമ്പോൾ കാര്യമായിട്ടുള്ളൊരു മടുപ്പൊന്നും അനുഭവപ്പെടത്തില്ല. മൊത്തത്തിൽ ഓക്കെയാണ്. പിന്നെ ബോണറ്റൊക്കെ ഇച്ചിരി ഹെവി ആയിട്ടുണ്ട്. ഹൈ സ്ട്രെങ്ത് സ്റ്റീലാണ് പുതിയ ബെലേനയിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് കമ്പനി അവകാശപ്പെടുന്ന. 100 കിലോയോളം ഭാരം വർദ്ധിച്ചിട്ടുണ്ട്. ആ ഒരു തക്ക് സൗണ്ട് ഒക്കെ അതുപോലെ കാണാം. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ബെലേനോ ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ്. ഒരു പ്രീമിയം ഹാച്ച് ബാക്ക്, അധികം വലിപ്പം വേണ്ട, സിറ്റി ഡ്രൈവാണ് കൂടുതലെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും ഓപ്റ്റ് ചെയ്യാൻ പറ്റിയൊരു വാഹനമാണ് നമ്മുടെ ബെലേനോ ഓട്ടോമാറ്റിക്. അത് കിടിലാണ്. ഇതിൻ്റെ ഏത് വേരിയൻ്റ് എടുത്താലും വാല്യൂ ഫോർ മണിയാണ്. ബേസ് വേരിയൻ്റ് തൊട്ട് അവർ ഓരോ പക്കായിട്ട് ഡിവൈഡ് ചെയ്താണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഈ കാണുന്ന പരസ്യത്തിലൊക്കെ കാണുന്ന പോലുള്ള ഫീച്ചേഴ്സൊക്കെ വേണമെന്നെങ്കിൽ ആൽഫ ഫുൾ ഓപ്ഷൻ തന്നെ എടുക്കേണ്ടി വരും. ഇതും പ്രൊജക്ടർ ഹെഡ്ലൈറ്റും അതൊക്കെ ബേസ് മോഡലിലോട്ട് വരുന്നുണ്ട്. പിന്നെ ഉള്ള ഫീച്ചേഴ്സ് ലെതർ റാപ്പ്, സ്റ്റിയറിംഗ് വീല്, അങ്ങനെയുള്ള കാര്യങ്ങൾ, 9-inch ഇൻഫർടൈൻമെന്റ് സിസ്റ്റം, ഹെഡ് അപ്പ് ഡിസ്പ്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫുൾ ഓപ്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ടിൻഡഡ് ഗ്ലാസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രീമിയം ഫീച്ചേഴ്സ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫുൾ ഓപ്ഷനിലോട്ട് തന്നെ വേണം. അല്ലാതെ നിങ്ങൾക്കൊരു പക്ക ഒരു എഞ്ചിൻ വേണം, തരക്കേടില്ലാത്ത ഫീച്ചേഴ്സൊക്കെ വേണം. പിന്നെ ബേസ് വേരിയൻ്റ് തൊട്ട് 4 ഡോർ പവർ വിൻഡോ. ബേസ് വേരിയൻറ്റിൻ്റെ സെക്കൻഡ് വേരിയൻ്റെ ഒക്കെ വീഡിയോ നമുക്ക് പറ്റുമെങ്കിൽ ഷോറൂമുകളിൽ പോയി ചെയ്തിടാം. ഇപ്പം നമ്മൾ അതിലോട്ടൊന്നും കടക്കുന്നില്ല, വീഡിയോ ലെങ്തായി പോകും. ഇത് ഫുൾ ഓപ്ഷൻ വേരിയൻറ്റിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ഡ്രൈവിലോട്ട് കിടക്കാം. ഇപ്പോൾ നമ്മൾ ബെലേനോ ഓട്ടോമാറ്റിക്കിൻ്റെ ഡ്രൈവിലോട്ടാണ് കിടക്കുന്നത്.
അപ്പോൾ ബെലേനോ AMG വെർഷനാണ് നമ്മൾ ഇന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഡ്രൈവിലോട്ടിട്ട് പതുക്കെ ഒന്ന് അനക്കി നോക്കാം. ഗൈസ് അത്യാവശ്യം ഒരു സ്മൂത്ത് നല്ല റിഫൈൻമെൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. എൻജിൻ നോയ്സ് ഒന്നും ഒട്ടും ക്യാബിനിലോട്ട് വരുന്നില്ല. സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് ആണെങ്കിലും വളരെ ലൈറ്റായിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. ഇതിൽ സ്മൂത്താണ് വണ്ടി. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു തിരയുള്ള റോഡിൽ കൂടിയാണ് പോകുന്നത് എങ്കിലും വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഓട്ടോ ഹെഡ് ലാമ്പ്സ്. ഇതിപ്പോൾ ഞാൻ എഞ്ചിനെ കുറിച്ച് കിടക്കുകയാണെങ്കിൽ 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. അതൊരു 90 PS പവറും ഒരു 113 ടോർക്കുമാണ് വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് 5 സ്പീഡ് മാനുവലും ഒരു 5 സ്പീഡ് AMD ഗിയർ ബോക്സിൽ നമുക്ക് ഈ വാഹനം അവൈലബിൾ ആണ്. നമ്മുടെ ഇപ്പോൾ ഓടിച്ച് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് വെർഷനാണ് 5 സ്പീഡ് AMD. സ്റ്റിയറിംഗ് ഒക്കെ റിട്ടേൺ വരാനാണെങ്കിലും ഒക്കെ ഭയങ്കരമായിട്ട് ബെറ്റർ ആയിട്ടുണ്ട്. ലെതർ റാപ്ഡ് ആയതുകൊണ്ട് ഹോൾഡ് ചെയ്യാനും ഒക്കെ ഒരു സുഖമുണ്ട്. സസ്പെൻഷനൊക്കെ നല്ല സ്റ്റിഫായിട്ടുള്ള സസ്പെൻഷനാണ്. ഇപ്പോൾ ഇതിൻ്റെ കുറച്ച് നമ്മൾ ഒരു ലോങ് ടൈം റിവ്യൂ ചെയ്താൽ നമുക്ക് ഇതിന് എത്രത്തോളം മൈലേജ്, ഇപ്പോൾ ഫസ്റ്റ് സർവീസ് ഒന്നും കഴിഞ്ഞില്ല, ഏകദേശം 137 കിലോമീറ്റർ മാത്രമാണ് നമ്മുടെ വാഹനം ഓടിയിട്ടുള്ളത്. ഇപ്പോൾ ആവറേജ് മൈലേജ് കാണിക്കുന്നത് 11.9 ആണ്. അതെന്തായാലും കൂടി ഒരു 23 കമ്പനി ക്ലെയിം ചെയ്യുന്ന സ്ഥിതിക്ക് നമുക്ക് എങ്ങനെ കളിച്ചാലും ഒരു 17-18 ഒക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഫസ്റ്റ് സർവീസ് കഴിയാൻ നേരത്ത്. എങ്കിലും വളരെ കംഫർട്ടബിൾ ആണ് വാഹനത്തിൻ്റെ ഡ്രൈവ്, ഒന്നും പറയാനില്ല. ഓട്ടോ ക്ലൈമറ്റ് AC നമ്മൾ വിട്ടുപോയായിരുന്നു. അതിൻ്റെ കൺട്രോൾസൊക്കെ വളരെ പ്രീമിയം ഫീലാണ് ടച്ച് ചെയ്യാൻ നേരത്തൊക്കെ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ മൊത്തത്തിൽ സീറ്റിംഗ് പൊസിഷൻ നല്ല സീറ്റിംഗ് പൊസിഷനാണ്. റോഡൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് നല്ല വിസിബിലിറ്റി ഉള്ള രീതിയിലാണ് ബാക്കിയുള്ള പരിപാടിയൊക്കെ. സ്റ്റിയറിംഗിൻ്റെ പൊസിഷൻ ആണെങ്കിൽ നമുക്ക് ടിൽറ്റും ടെലസ്കോപ്പിക്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നല്ലൊരു സീറ്റിംഗ് പൊസിഷൻ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഡ്രൈവിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടുന്നത്. വണ്ടിയുടെ സ്റ്റിയറിംഗ് റീട്യൂൺ ചെയ്തിട്ടുണ്ട്, സസ്പെൻഷനും റീട്യൂൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫീഡ്ബാക്ക് അതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് പഴയ ബെലേനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ AMGയുടെ ലാഗൊന്നും നമുക്ക് കാര്യമായിട്ടുള്ള രീതിയിൽ അനുഭവിക്കുന്നില്ല. ത്രോട്ടിൽ റെസ്പോൺസ് ഒക്കെ അടിപൊളിയാണ്. വണ്ടി കയറി വരുന്നുണ്ട്, നല്ല ബ്രേക്കിംഗ് ആണ്. ഇപ്പോൾ സേഫ്റ്റി സൈഡിലോട്ട് കിടക്കുകയാണെങ്കിൽ ABS, എയർ ബാഗ്, EBD, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ബേസ് വേരിയൻ്റ് തൊട്ട് അവൈലബിൾ ആണ്. ടോപ്പ് എൻഡിലോട്ട് വരുമ്പോൾ 6 എയർ ബാഗ് ആകുന്നുണ്ട്. ബാക്കിയുള്ള താഴെയുള്ള 2 വേരിയൻസിൽ ഡ്യുവൽ എയർ ബാഗാണ് വരുന്നത്. അങ്ങനെ നമുക്ക് മാനുവൽ മോഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പ്ലസ് മൈനസ് ചെയ്ത് മാനുവലിലും വേണമെങ്കിൽ മാനുവലിൽ ഓടിക്കാം. വളരെ കംഫർട്ടബിൾ ആണ്. മാനുവൽ ഓടിക്കാൻ നേരത്ത് വളരെ ത്രില്ലായിട്ട് നമുക്ക് ഓടിക്കാം. ഇപ്പോൾ പെട്ടെന്ന് ഒരു ക്വിക്ക് ഓവർടേക്കിങ്ങിനൊക്കെ നമുക്ക് മാനുവൽ മോഡിലോട്ട് ഇടാം. ടൗണിലോട്ട് വരുമ്പോൾ ഡ്രൈവിലോട്ട് ഇടാം. വളരെ സുഖപ്രദമായിട്ടുള്ള ഡ്രൈവാണ്. ഒരു കാലും മടക്കി വെച്ച് ഡെഡ് പെഡലും ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൈഡാണ് നമുക്ക് ന്യൂ ഏജ് ബെലേനോ പ്രൊവൈഡ് ചെയ്യുന്നത്. ഗിയർ ഷിഫ്റ്റിങ് തീരെ അറിയുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഗിയർ ഷിഫ്റ്റിങ് അറിയുന്നുണ്ട്, പക്ഷെ ആ ഒരു ലാഗ് പഴയ ഇപ്പോൾ സെല്ലേറിയോ, ഇത് ആദ്യമായിട്ട് പുതിയ ടെക്നോളജി ആയിട്ട് വന്നു. സെല്ലേറിയോ പാവപ്പെട്ടവരുടെ ഓട്ടോമാറ്റിക്, പാവപ്പെട്ട ആൾക്കാരിലോട്ട് സാധാരണക്കാരിലോട്ടൊക്കെ ഓട്ടോമാറ്റിക് എത്തിച്ച നമ്മുടെ സെല്ലേറിയോ ഓടിക്കുന്ന അത്രയും ലാഗ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അതിനകത്ത് നമുക്ക് AMD ഭയങ്കരമായിട്ട് ബെറ്റർ ആയിട്ടുണ്ട്. ഇപ്പോൾ CVT-യിലൊക്കെ ഒരു റബ്ബർ ബാൻഡ് എഫക്റ്റ് ആണ് വരുന്നതെങ്കിൽ ഇതിൽ ഗിയർ ഷിഫ്റ്റിങ്ങിന് നമ്മൾ മാനുവലി ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു സെക്കൻഡ് ഗിയർ ഒന്ന് ഷിഫ്റ്റ് ആകുമെന്ന് അറിയും. അത് മാത്രമേ നമുക്ക് ഈ ഓട്ടോമാറ്റിക് ഈ AMD-യിൽ നമുക്കൊരു ഇതറിയുന്നുള്ളൂ. പിന്നെ ഒരു സെക്കൻഡത്തെ ഒരു ഡിലേ സഹിച്ച് നമുക്ക് സാധാരണ വേറെ ഓട്ടോമാറ്റിക് വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ടോർക്ക് കൺവേർട്ടർ ആയാലും CVT ആയാലും DSG ആയാലും അതിനൊന്നും ഈ പറയണ മൈലേജ് കിട്ടത്തില്ല കമ്പനി ക്ലെയിം ചെയ്യുന്നത്. ഇപ്പോൾ ഇത് 23 കിലോമീറ്റർ കമ്പനി ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിലും കമ്പനി ക്ലെയിം ചെയ്യുന്ന പരിസരത്ത് ആ അടുപ്പിച്ചൊക്കെ ഉള്ള മൈലേജ് എന്തായാലും കിട്ടും. മറ്റുള്ള വാഹനങ്ങളുടെയൊക്കെ മൈലേജ് കിട്ടാൻ നമുക്ക് ഷെഡിന് പുറത്തിറക്കാൻ തോന്നുന്നില്ല. ആ അവസ്ഥയാണ്. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഒരു സെക്കൻഡ് ഡിലേ സഹിച്ചാലും നമുക്ക് നല്ല മൈലേജ് തരുന്ന ഒരു ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഇത് തന്നെയായിരിക്കും. അപ്പം വേറെയുള്ള കാര്യങ്ങളിലൊക്കെ നോക്കാൻ നേരത്തും വണ്ടി ഭയങ്കരമായിട്ടുള്ള ഒരു ഇതാണ്. ക്രൂയിസ് കൺട്രോൾ ഉണ്ട്, നമുക്ക് ക്രൂയിസ് കൺട്രോളൊക്കെ സെറ്റ് ചെയ്ത് പോകാവുന്നതാണ്. പിന്നെ ഇവിടെ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാനും കട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇഷ്ടം പോലെ സ്റ്റിയറിംഗ് വോളിയം കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ബെലേനിൽ ലഭിക്കുന്നത്. മെയിനായിട്ടും ഇതിൻ്റെ കോമ്പറ്റീറ്റർ ആയിട്ട് നോക്കുമ്പോൾ ഇതിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് മൈലേജ്, മെയിൻ്റെനൻസ് കോസ്റ്റ്, റീസെയിൽ വാല്യൂ തന്നെയാണ്. ഈ 3 ഘടകം എടുക്കുമ്പോൾ തന്നെ നമ്മൾ മാരുതി ബ്രാൻഡിലോട്ട് തന്നെ വരും. കാരണം മറ്റുള്ള ബ്രാൻഡൊന്നും കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് കിട്ടുന്നത് തീരെ കുറവാണ്.
ഇത് കമ്പനി ക്ലെയിം ചെയ്യുന്നതിലും അടുപ്പിച്ചൊക്കെ മൈലേജ് കിട്ടും. പിന്നെ മെയിൻ്റെനൻസ് കോസ്റ്റ്, റീസെയിൽ വാല്യൂ തുടങ്ങിയ ഘടകങ്ങളൊക്കെ എടുക്കാൻ നേരത്ത് ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് നോക്കുമ്പോൾ എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള വാഹനം ഇത് ബലേനോയാണ്. നിങ്ങൾക്ക് മൈലേജ് ഒരു വിഷയമുള്ളെങ്കിൽ ഇതിൻ്റെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള i20യുടെ DSG ഗിയർ ബോക്സ് 7 സ്പീഡ് അതൊക്കെ എടുക്കാവുന്നതാണ്. അതൊക്കെ വളരെ സ്പോർട്ടി ആയിട്ടുള്ള റൈഡാണ്. ഇത് വലിയ സ്പോർട്ടിയും ഭയങ്കര പെർഫോമൻസ് ഓറിയൻറ്റഡ് ഒന്നുമല്ല. ഇത് ജസ്റ്റ് ഒരു സിറ്റി ഡ്രൈവിനൊക്കെ പറ്റിയ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള അത്യാവശ്യം ഹൈവേ ക്രൂസിംഗ് ഒക്കെ നടത്താവുന്ന ഒരു ഒരു ക്രൂസറായിട്ട് തന്നെ നമുക്ക് ഇതിനെ കാണാം. അല്ലാതെ വളരെ സ്പോർട്ടിയും വളരെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണെന്നല്ല ഞാൻ പറഞ്ഞിരുന്നത്. വളരെ കംഫർട്ടബിൾ ആണ്, വലിയ ലാഗൊന്നുമില്ല. സിറ്റി ഡ്രൈവിനാണ് ഓക്കെ, വളരെ ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് കൊണ്ടു നടക്കാനായാലും മെയിൻ്റെനൻസ് ഒക്കെ തീരെ കുറവായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇതിൻ്റെ ഓട്ടോമാറ്റിക് വേരിയൻറ്റിന് ഭയങ്കര വെയിറ്റിംഗ് പീരീഡ് ആണ്. ഏകദേശം 16 ആഴ്ചയൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ വെയിറ്റിംഗ് പീരീഡ് കമ്പനി പറയുന്നത്. അതൊക്കെ ഒന്ന് റെഡിയാക്കി വന്നാലേ വണ്ടി കൂടുതൽ ആൾക്കാരിലോട്ട് എത്തത്തുള്ളൂ. ഇപ്പം മാനുവൽ പെട്ടെന്ന് കിട്ടുമെന്ന് പറയുന്നുണ്ട്, പക്ഷേ ആൾക്കാർ ഇപ്പോൾ കൂടുതലും ഓട്ടോമാറ്റിക്കിലോട്ട് വരുന്ന കാലമാണിത്. അപ്പോൾ അതൊക്കെ ഒന്ന് പരിഹരിച്ചൊന്ന് സെറ്റ് ചെയ്ത് ഇറക്കി കഴിഞ്ഞാൽ കൂടുതൽ ബലേനോയ്ക്ക് ബുക്കിംഗ് കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലെ തന്നെ ഇപ്പം ഫസ്റ്റ് ഡേ തന്നെ 50,000 ബുക്കിംഗ് കിട്ടിയെന്നൊക്കെ പറയുന്ന കേട്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം എന്തായാലും വളരെ മികച്ചൊരു ഓപ്ഷനാണ്. നിങ്ങൾ എന്തായാലും ബലേനോനെ കുറിച്ച് അറിയേണ്ടിയിരിക്കുന്നു, ബലേനോ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പം എന്തായാലും വീഡിയോയിൽ ജെറ്റ് എഞ്ചിനും 2 ഇഞ്ചക്ടേഴ്സ് ഒക്കെ വെച്ച് ഇപ്പോൾ വരുന്ന എഞ്ചിനും വളരെ റിഫൈൻഡ് ആണ്. കൂടാതെ പവർ വർദ്ധിച്ചിട്ടുണ്ട്. ഒരു 7 PS പവർ കൂടിയിട്ടുണ്ട്. ടോർക്ക് സെയിം തന്നെയാണ്, 113 തന്നെയാണ്. പവർ 90 PS ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ 1.2 ലിറ്റർ പിന്നെ 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. അതിൻ്റെ ഒരു റിഫൈൻമെന്റ് ഒക്കെ തീർച്ചയായിട്ടും ഈ വാഹനത്തിനുണ്ട്. സ്റ്റാർട്ടായി കിടക്കണ പോലും അറിയത്തില്ല, ഒരു വൈബ്രേഷനും കാര്യങ്ങളും ഒന്നുമില്ല. അങ്ങനെ മൊത്തത്തിൽ ഒരു മികച്ച ഓപ്ഷൻ തന്നെയാണ് മാരുതി സുസുക്കി ബലേനോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസിലോട്ട് പറഞ്ഞില്ലായിരുന്നു. ബാക്കി നമ്മൾ ഇതിൻ്റെ ഫീച്ചേഴ്സ്, ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്, കൂടുതലുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത്. അല്ല, നമ്മൾ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസിലോട്ട് കിടന്നില്ല. ഓൺ റോഡ് പ്രൈസിലോട്ട് കിടക്കാൻ നേരത്ത് നമ്മൾ എടുത്തപ്പോൾ ഓൺ റോഡ് പ്രൈസ് ഇന്നലെ നമ്മൾ ബില്ലടിച്ച് ഇറക്കിയപ്പോൾ, ഇന്നലെ അല്ല ഒരാഴ്ച മുമ്പ് ബില്ലടിച്ച് ഇറക്കിയപ്പോൾ ഉള്ള പ്രൈസ് 11,30,000 രൂപയാണ്. ഇപ്പം നിലവിൽ അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വർദ്ധിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം 11,47,000 രൂപ ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്കിന് ഓൺ റോഡ് പ്രൈസ് നിലവിൽ വരുന്നുണ്ട്. ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് ഏകദേശം 9,71,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്കുള്ള